എന്റെ ധ്യാൻ ചേട്ടനൊന്നും വരല്ലേ? ധ്യാൻ ചേട്ടനെ കാത്ത് രക്ഷിക്കണേ. എല്ലാ മാസം 10 പടം വെച്ച് ചെയ്യണേ. അവല് 10 പടവും പൊട്ടണേ. ദൈവമേ. വെറുതെ അല്ല എന്റെ എല്ലാ പടവും പൊട്ടടെ. ഇനി ഞാൻ പറയാൻ പോകുന്ന 2023 ഹാപ്പി ന്യൂ ഇയർ എന്ന് പേരിട്ടിട്ട് ഒരു പടം ഇറങ്ങി. അത് തിയേറ്ററിൽ എത്തിയപ്പോ അത് ഹാപ്പി ദിവാലിയായി. തിയേറ്ററിൽ ഒരു പട്ടിക്കുഞ്ഞു പോലും വരാത്തോണ്ട് അത് പെട്ടിയിലായി. നല്ലൊരു സൈലന്റ് ബോംബായിരുന്നു. പൊട്ടണ സൗണ്ട് പോലും കേട്ടില്ല. OTT-ലൊന്നും എടുക്കാത്തോണ്ട് ഈ പടത്തിന്റെ ഡയറക്ടർ റീഷൂട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ട് പടക്കത്തിൽ വെടിമരുന്ന് നിറയ്ക്കണ പോലെ ഒരാളെ ആഡ് ചെയ്യും. എന്നിട്ട് ഇവർ ഈ ഹാപ്പി ന്യൂ ഇയർ എന്നുള്ള പടത്തിന്റെ പേര് മാറ്റിയിട്ട് വേറൊരു പേരിടും. ശരിക്കും ഹാപ്പി ദീപാവലി എന്ന് ഇടുന്നതായിരുന്നു നല്ലത്. എന്നിട്ട് ധ്യാൻ ചേട്ടനെ ആഡ് ചെയ്ത കാരണം ഈ പടം OTT-ൽ എടുത്തു. അല്ലെങ്കിൽ ആരും കാണാതെ ഈ പടം മണ്ണിൽ അലിഞ്ഞില്ലാണ്ടായി പോയാനെ. എന്നെ കൊണ്ട് ഞാൻ തന്നെ തോറ്റു. പടം തുടങ്ങുന്നത് ഒരു കോളേജ് കാട്ടിട്ടാണ്. ഒരു ആമസോൺ കാർഡ് പോലത്തെ ഒരു കാടിന്റെ നടുക്കാണ് അവരുടെ കോളേജ്. കാടിന്റെ നടുവിൽ കോളേജാ? വെറുതെ അല്ല പടം പെട്ടില്ല ഇത്. പിന്നെ കാട്ടിക്കോടെ ഒരു ഡൂഡ് നടന്നു വരുന്ന സമയത്ത് ലിപ്സ്റ്റിക് ഒക്കെ തേച്ചിട്ട് വെള്ള സാരി വാടകയ്ക്ക് കിട്ടാത്തതുകൊണ്ട് കളർ സാരിയും സ്വർണ്ണമൊക്കെ എടുത്തിട്ടുള്ള ഒരു പ്രേതം അവന് ചെന്ന് പിടിക്കും. എന്നിട്ട് അവന്റെ കണ്ണൊക്കെ വെള്ളയായിട്ട് അവൻ കിണറി ചാടിച്ചാവും. ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടില്ല. അപ്പൊ അതിനൊരു തീരുമാനമായി. പിന്നെ ഒരാള് ചത്ത കാരണം കാട്ടിക്കൊന്നും പോണ്ടെന്ന് പറഞ്ഞ് പ്രിൻസിപ്പൾ വാൺ ചെയ്യും. കോളേജിന്റെ പിറകിലുള്ള മന്ദാകിനിക്കാട്ടിലേക്കുള്ള പ്രവേശനം കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. അല്ല, കാടിന്റെ സെന്ററിലല്ലേ കോളേജ്? അപ്പൊ കാടടുത്തുണ്ടെങ്കിൽ പിള്ളേര് എന്താ ഹെലികോപ്റ്ററിൽ വരൂ? പിന്നെ കോളേജിൽ പഠിക്കണ പെണ്ണുങ്ങളെ കാണിക്കും. 2 പ്രാവശ്യം പ്രായപൂർത്തിയായവരൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഈശ്വര, എനിക്ക് ഒറ്റ നോട്ടത്തിൽ ഒരു കൊച്ചു കുട്ടിയായിട്ടാ തോന്നിയത്. പിന്നെ ഇവർക്ക് രാത്രി കാട്ടിൽ പ്രേതമുണ്ടോന്ന് ക്യൂരിയോസിറ്റി തോന്നിയിട്ട് നട്ടപ്പാതിരേക്ക് എനിക്ക് കാട്ടിൽ പോവും. എന്നിട്ട് ടീച്ചർമാര് ഇവരെ പൊക്കും. അല്ല, ഈ ടീച്ചർ ഇവരെക്കാളും പ്രായം കുറവ് തോന്നിക്കണ്ടില്ല. പിന്നെ ഈ ടീച്ചർ വീട്ടിൽ പോണ സമയത്ത് 5ാം ക്ലാസ്സിൽ പഠിക്കണ മോളുടെ ബുക്കിൽ ലവ് ലെറ്റർ കാണും. ഇത് കണ്ട് കലിപ്പായിട്ട് ഈ കാര്യം കോളേജിൽ പഠിപ്പിക്കണ ഒരു ടീച്ചറോട് പറയും. അപ്പൊ ആ ടീച്ചർ മോളെ നന്നാക്കാനായിട്ട് ഒരു ബ്രില്യന്റ് ഐഡിയ പറഞ്ഞു കൊടുക്കും. ടീച്ചറോട് മോളെ 10 കൊല്ലത്തേക്ക് മെന്റൽ ഇഷ്യൂ ഉള്ള മന്ത്രവാദമൊക്കെ ചെയ്യണ ഡൈവോഴ്സായ ഭർത്താവിന്റെ അടുത്തേക്ക് അയക്കാൻ പറയും. ഇതിലും ഭേദാ കൊച്ചിനെ കൊല്ലണ്ടായിരുന്നു. പിന്നെ 10 കൊല്ലം കഴിയുമ്പോ ആ ടീച്ചർ മോളെ കാണാനായിട്ട് പോവും. ഭാഗ്യം ചത്തില്ല. രക്ഷപ്പെട്ടു എന്ന് കരുതിയാൽ മതി. എന്നിട്ട് അവൾക്ക് കാടിന്റെ ഉള്ളിലുള്ള കോളേജിൽ അഡ്മിഷൻ വാങ്ങി കൊടുക്കും. ഇവളുടെ അമ്മയ്ക്ക് ഇവിടെ കൊല്ലാനായിട്ട് എന്തോ ഉദ്ദേശം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇത്ര കോളേജ് ഉണ്ടായിട്ട് ഈ കാട്ടിലുള്ള പ്രേതമുള്ള കോളേജിൽ അഡ്മിഷൻ വാങ്ങി കൊടുത്തേക്കണ്. അത് കഴിഞ്ഞിട്ട് ഒരു വീട് കാണിക്കും. അവിടെ അഖിലന്നാർഡിയുടെ ലുക്കുള്ള ഒരു ഡൂഡിനെ കാണിക്കും. അവനാണ് ഈ പടത്തിലെ ഡയറക്ടർ. ഇവന്റെ ചേട്ടനാണ് അൽത്താഫ്. അൽത്താഫിന്റെ ചേട്ടനാണ് ധ്യാൻ ചേട്ടൻ. ഇവരുടെയൊക്കെ മാമനാണ് ഇത് അപ്പുറത്ത് നിൽക്കണ ഡൂഡ്. ആരാണ് അത് കാസ്റ്റ് ചെയ്തേക്കണേ? എന്ത്? അത് ചിലപ്പോ നമ്മളെക്കാൾ ഒരു 10 വയസ്സ് കുറവുണ്ടായിരിക്കും. 5 വർഷം കഴിഞ്ഞാൽ പിന്നെ 5 വയസ്സിന് വ്യത്യാസമല്ലേ ഉള്ളൂ. അത് സാരല്ല. പിന്നെ നമ്മുടെ ധ്യാൻ ചേട്ടൻ ഈ സിനിമയിൽ മന്ത്രവാദിയാണ്. എന്നിട്ട് ജർമ്മനിയുടെ ഫ്ലാഗ് മറിച്ചിട്ട പോലത്തെ കുറിയൊക്കെ തൊട്ടിട്ടുണ്ട്. പുതിയ സ്റ്റൈലാ, പുതിയ ഫ്ലാഷ്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങള്. പിന്നെ ധ്യാൻ ചേട്ടൻ അനിയനെ കാട്ടിലുള്ള പ്രേതത്തിന് കണ്ടോന്ന് ചോദിക്കും. അപ്പൊ എന്നെ ധ്യാൻ ചേട്ടൻ ഞാനിത് പണ്ട് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആള് ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങും. കോളേജിൽ പഠിക്കണ ധ്യാൻ ചേട്ടൻ ജോ ലൈനൊക്കെ ഉണ്ട്. അമ്പോ, വെച്ചിട്ടുള്ള ധ്യാൻ ചേട്ടൻ ലുക്കായിണ്ട്. പക്ഷെ വന്ന് നമ്മുടെ ധ്യാൻ ചേട്ടൻ വെച്ച് ബോംബിടാൻ തുടങ്ങിട്ടാ. പിന്നെ ഒരു ദിവസം നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ആയിട്ടുള്ള ധ്യാൻ ചേട്ടൻ കാട്ടിൽ സ്മോക്ക് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് മറ്റേ ഡോഡ് കണ്ണ് വെള്ളയായിട്ട് കിണറ്റി ചാടിയത് കാണും. അവനെ കൊന്ന മന്ദാകിനി എന്നെ ഇതിനെ വെറുതെ വിട്ടു. ധ്യാൻ ചേട്ടൻ അത് എന്നിട്ട് സംഭവം എന്ന് വെച്ചാലേ പ്രേതങ്ങള് മനുഷ്യരെ കൊല്ലുള്ളൂ. വെച്ചുണ്ടാക്കിയ സാധനത്തിനെ കൊല്ലില്ല. അതാണ്. പിന്നെ ധ്യാൻ ചേട്ടന്റെ അനിയൻ ആ കാട്ടിലുള്ള കോളേജിലേക്ക് പോവും. അവിടെ എത്തുമ്പോ ധ്യാൻ ചേട്ടന്റെ അനിയന്റെ താടി മീശയൊക്കെ വളരും. വീട്ടിലുള്ളപ്പോ എത്ര താടി മീശ ഉണ്ടായില്ലല്ലോ എന്ന് നിങ്ങൾ ചോദിക്കും. പക്ഷെ കാര്യമില്ല, കാരണം ഇതൊരു പേട്ടപ്പാടാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ മറ്റേ ടീച്ചറുടെ മോള് കോളേജിലേക്ക് പോവും. അവിടെ വെച്ചിട്ട് ധ്യാൻ ചേട്ടന്റെ അനിയനോട് ഡൗട്ട് ചോദിക്കും. അങ്ങനെ ഡൗട്ട് ചോദിച്ച് അവസാനം അവന് അവളോട് ക്രഷ് ഉണ്ടോ എന്ന് ഡൗട്ടാവും. അറിവ് പകരും തോറും വളരുന്നല്ലേ സാർ? സ്ത്രീകൾക്ക് മാത്രമുള്ളൂ ഈ പകർച്ച. ഡൗട്ട് ക്ലിയർ ചെയ്യുമ്പോൾ ഞാൻ ജെൻഡർ വ്യത്യാസം കാണിക്കാറുള്ളൂ സാർ. പിന്നെ ഇവരുടെ കോളേജിലുള്ള ഒരു ഗ്യാങ്ങിന് ആ കാട്ടിൽ പ്രേതമുണ്ടോന്ന് ചെക്ക് ചെയ്യാനായിട്ട് അവിടുത്തെ മതില് ചാടിയിട്ട് ആ കാട്ടിൽ പോയിട്ട് നോക്കും. അപ്പൊ പ്രേതത്തിന് കാണും. ഒരു ഭൂതം. അയ്യോ, പേടിക്കണ്ട. പിന്നെ ടീച്ചറുടെ മോള് ആ കാട്ടിലെ പ്രേതം ഉള്ളതാണോ എന്ന് ഇവനോട് ചോദിക്കും. അപ്പൊ ഇവനൊരു വീഡിയോ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ആ പഞ്ചായത്തിലെ രാജകുമാരി യുദ്ധം ചെയ്തിട്ട് ചത്തിട്ട് പ്രേതായതാന്ന് പറയും.
എന്താടാ പ്രേതങ്ങളെ നിനക്ക് പേടിയില്ലാന്ന് പറഞ്ഞിട്ട്? പേടിയൊന്നുമില്ല, അവറ്റകളെ എനിക്ക് ഇഷ്ടമല്ല. പണ്ട് മുതലേ വൃത്തികെട്ട ജന്തുക്കളാ. പിന്നെ ഇവർ രണ്ടുപേരും കൂടി വൈബ് ചെയ്യുന്നത് ഇവളുടെ അമ്മ കാണും. എന്നിട്ട് ഇവനോട് ഇനി മിണ്ടാൻ പോയിട്ടുണ്ടെങ്കിൽ ആ സൈക്കോ തന്തയുടെ വീട്ടിൽ നിന്നെ കൊണ്ടാക്കൂന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. പിന്നെ അവൾ അവനോട് മിണ്ടാണ്ടാവും. അങ്ങനെ അവൻ സേഡാവും. ഷടാ ബ്രേക്കപ്പ് ആയില്ലേ, നന്നായുള്ളൂ, അങ്ങനെ തന്നെ വേണം. എന്താന്നറിയില്ല, ഒരാൾക്ക് നല്ല കാര്യം വരുന്നു എന്നറിയുമ്പോ നെഞ്ചിന്റെ ഇവിടെ ഒരു വിങ്ങല. പിന്നെ ഒരു ദിവസം കോളേജിൽ വെച്ചിട്ട് ടീച്ചറുടെ മോള് പുറത്തേക്ക് പോണ സമയത്ത് അവളുടെ കൂട്ടുകാരി അവിടെ ആൾക്കാർ ചെക്കിങ്ങിന് വരേണ്ടത് മനസ്സിലായിട്ട് അവളുടെ കയ്യിലിരിക്കണ കോണ്ടും സിഗരറ്റും മറ്റവളുടെ പേസിൽ വെക്കും. കേസൊന്നും എന്റെ പേരിൽ വരാതിരിക്കാൻ വേണ്ടി. പിന്നെ വീട്ടിലെത്തുമ്പോ ആ പേസും ചോദിച്ച് അവള് വിളിക്കും. അപ്പൊ അവള് എന്റെ കയ്യിലില്ല, ക്ലാസ്സിൽ വീണും പോയെന്ന് തോന്നണേന്ന് പറയും. അപ്പൊ അവള് അതിന്റെ ഉള്ളിൽ എന്താന്ന് പറയും. നീ കൂടെ കോൺക്രീറ്റ് ഇട്ടല്ലടാ. പിന്നെ അമ്മ അറിഞ്ഞ സീനാവും അറിയാവുന്നോണ്ട് ഇവള് പേസ് എടുക്കാനായിട്ട് ധ്യാൻ ചേട്ടന്റെ അനിയനെ വിളിക്കും. ഇവനാണെങ്കിൽ ന്യൂ ഇയർ ആയിട്ട് ഇവള് വിളിച്ചത് വേറെ എന്തിനോ എന്ന് വിചാരിച്ചിട്ട് ഇവൻ കുർത്തിയൊക്കെ ഇട്ടിട്ട് അങ്ങോട്ടേക്ക് പോവും. എന്താ പെൺകുട്ടികൾക്ക് ഇങ്ങനെ സിമ്പിൾ ഡ്രസ് ധരിക്കുന്ന പുരുഷന്മാരെ ഇഷ്ടമല്ലേ? ഡോണ്ട് ലൈക്ക്? പിന്നെ ഈ സമയത്ത് ആ കോളേജിന്റെ സെക്യൂരിറ്റി ആയിട്ടുള്ള റിയാസ് ഖാൻ ഒരു പെണ്ണിന്റെ ശബ്ദം കേട്ടിട്ട് കാട്ടിൽ പോയി നോക്കുന്ന സമയത്ത് ആ പ്രേതം കൺട്രോൾ ചെയ്യും. എന്നിട്ട് ആളുടെ ഫോണിക്ക് ഒരു കോള് വന്നിട്ട് റിങ് ചെയ്യുന്ന സമയത്ത് ആ പ്രേതത്തിന്റെ പവർ പോവും. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? ആദ്യം അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കോളും. പിന്നെ റിയാസ് ഖാൻ അവിടുന്ന് ഓടി രക്ഷപ്പെടും. പിന്നെ പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള ഈ ചേച്ചിമാർക്ക് നൊസ്റ്റാൾജി അടിച്ചിട്ട് നട്ടപ്പാതിരിക്ക് സാരി കൊടുത്തിട്ട് കോളേജിലേക്ക് പോവും. ഇത് കോളേജ് അതാ മെന്റൽ ഹോസ്പിറ്റലാ? പിന്നെ ധ്യാൻ ചേട്ടന്റെ അനിയനും ക്രഷും കൂടിയിട്ട് കോളേജിലെത്തും. എന്നിട്ട് അവന്റെ മുണ്ടൂരി പോയിട്ട് എന്നിട്ടാണ്ടൊക്കെ കിടന്ന് കാണിക്കും. എനിക്കതല്ല പ്രശ്നം, ഈ മുണ്ടൊന്നും ശരിക്കും ഉടുക്കാൻ പറ്റില്ലല്ലോ കർത്താവേ. പിന്നെ അവന്റെ ക്രഷ് താഴേന്ന് കയറെടുത്തിട്ട് അവന്റെ മുണ്ട് കെട്ടി കൊടുക്കാൻ പോണ സമയത്ത് ദൂരെയുള്ള സ്റ്റാർ മാജിക്കിലെ ഡൂഡ് ഡബിൾ മീനിങ് ആയിട്ട് അത് കാണും. നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. പിന്നെ മറ്റേ ചേച്ചിമാർക്ക് മറ്റവളുടെ പേസ് കിട്ടും. എന്നിട്ട് അത് അവൾക്ക് കൊടുക്കും. എന്നിട്ട് അതിൽ കോണ്ടം കാണും. ഇപ്പോഴത്തെ പിള്ളേർ കൊള്ളാം, എന്താ കളി. പിന്നെ ആ പേസ് കിട്ടും. എന്നിട്ട് അതും കൊണ്ട് വേഗം വീട്ടിൽ പോവാണ്ട് ഇവർ അവിടെ ഇരുന്ന് കുറെ നേരം വർത്താനൊക്കെ പറഞ്ഞ് ചില്ല്. പിന്നെ അവിടുത്തെ സൗണ്ടൊക്കെ കേട്ടിട്ട് സെക്യൂരിറ്റി ആയിട്ടുള്ള റിയാസ് ഖാൻ അങ്ങോട്ടേക്ക് വരും. അപ്പൊ അവിടെ ഉള്ളവരൊക്കെ ഓടിപ്പോവും. ധ്യാൻ ചേട്ടന്റെ അനിയൻ എന്നിട്ട് ഓടി കാട്ടിക്ക് പോവും. എന്നിട്ട് അവിടെ വെച്ചിട്ട് മറ്റേ പ്രേതം പവർ യൂസ് ചെയ്തിട്ട് ഇവൻ പോയിട്ട് കിണറ്റില് ചാടും. പിന്നെ ആ കോളേജിലുള്ള ഒരാള് ധ്യാൻ ചേട്ടനെ വിളിച്ചിട്ട് അനിയന്റെ കാര്യം പറയും. നമ്മുടെ അനിയൻ കിണറ്റിൽ ചാടി സൈഡായി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സ്ഥലത്ത് പോയി നോക്കല്ലേ ചെയ്യാ. ധ്യാൻ ചേട്ടൻ അവിടുന്ന് അനങ്ങില്ല. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പടത്തിന്റെ ഡയറക്ടർ നമ്മുടെ ധ്യാൻ ചേട്ടൻ ആ വീട്ടിൽ തളച്ചു വെച്ചേക്കാം. അത് എന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2023 ഇറങ്ങിയ ഹാപ്പി ന്യൂ ഇയറിൽ സിനിമയില്ലേ, അത് ഓൾറെഡി ഒരു ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ധ്യാൻ ചേട്ടനെ ഇതിൽ വെറുതെ ആഡ് ചെയ്തേക്കാണ് ഇപ്പൊ. അപ്പൊ ആ സീനിൽ പോയിട്ട് ധ്യാൻ ചേട്ടനെ അഭിനയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ പടത്തിലെ ഡയറക്ടർ നൈസായിട്ട് ഫുൾ മൂണായ കാരണം മന്ത്രവാദികൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ധ്യാൻ ചേട്ടൻ വീട്ടിൽ ഇരിക്കണമെന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് സംഭവം. എമ്മടെ മുതലാളി ഉണ്ടല്ലോ, വേറെ ലെവലാ. പിന്നെ അങ്ങോട്ട് റിയാസ് ഖാൻ ഒരു കയറും കൊണ്ടുവന്ന് വലിച്ചിട്ട് അവനെ അങ്ങ് രക്ഷിക്കും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നോർമലായിട്ട് ഇവൻ ധ്യാൻ ചേട്ടനോട് ആ പ്രേതം എന്താണ് എന്നെ കൊല്ലാത്തേന്ന് ചോദിക്കും. അതാണോ നിന്റെ വിഷമം? ധ്യാൻ ചേട്ടൻ എന്നിട്ട് ഇതൊക്കെ നമുക്ക് സെക്കൻഡ് പാർട്ടിൽ അറിയാൻ മോനെ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ കുറെ നേരം കാണിക്കും. പഴയ കാലഘട്ടത്തിലെ ധ്യാൻ ചേട്ടൻ എന്നിട്ട് ഒരു ബ്ലാക്ക് പാന്തറിന്റെ കൂടെ ഒരു വാരിയറൊക്കെ ആയിട്ട് വരുന്നത് കാണിക്കും. ഞാനില്ലേ, അത് ഞാനല്ല, ഞാൻ എവിടെയോ ആണ് നല്ല സുന്ദര കൂട്ടപ്പനായിട്ട്. അങ്ങനെ പടം കഴിഞ്ഞു. അല്ല ധ്യാൻ ചേട്ടാ, പാൻ ഇന്ത്യ വള്ളി പിടിച്ചു ഞാൻ കേട്ടു. ഞാൻ CM ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം സാരി എടുത്ത് ആ ഫ്രണ്ട് റോയിൽ. എന്റെ പൊന്നു ധ്യാൻ ചേട്ടാ, എന്നെ ഓർക്കണ്ടേ, നമ്മുടെ ചാനലിനെ ഓർക്കണ്ടേ? നീ നമ്മുടെ ചെന്നൈ അണ്ണനൊക്കെ എങ്ങനെ ചെന്നൈക്ക് പോവാ?